പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കുഫോസിന്റെ പഠന സമിതി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. പരിശോധനയിൽ വെള്ളത്തിൽ അപകടകരമായ അളവിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് പഠന സമിതി പറയുന്നു. അതേസമയം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയത് രാസമാലിന്യത്തിന്റെ സാന്നിധ്യം ഇല്ലെന്ന റിപ്പോർട്ട്. അതിനിടെ ഏലൂരിലെ പാരിസ്ഥിതിക എഞ്ചിനീയറെ സ്ഥലം മാറ്റി പരിസ്ഥിതി നിയന്ത്രണ ബോർഡ് നടപടിയെടുത്തു. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ വെള്ളത്തിൽ അപകടകരമായ അളവിൽ അമോണിയയും സൾഫൈഡും കലർന്നിട്ടുണ്ടെന്നാണ് കുഫോസിന്റെ പഠനസമിതി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. പെരിയാറിലെ വെള്ളത്തിൽ ഇത്രയധികം അളവിൽ രാസവസ്തുക്കൾ എങ്ങനെ എത്തിയെന്നും എവിടെ നിന്ന് എത്തിയെന്നും അറിയാൻ വിശദമായ രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചതെന്നും കൂടുതൽ പരിശോധന ആവശ്യമാണെന്നുമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. രാസവസ്തുക്കളുടെ സാന്നിധ്യത്തിന് പുറമെ വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരുന്നുവെന്നും സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മത്സ്യക്കുരുതിയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നാണ്. ലാബിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് സബ് കളക്ടർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ ഏലൂരിലെ പാരിസ്ഥിതിക എഞ്ചിനീയറെ സ്ഥലം മാറ്റി പരിസ്ഥിതി നിയന്ത്രണ ബോർഡ് നടപടിയെടുത്തിട്ടുണ്ട്. സജീഷ് ജോയ്ക്ക് പകരം റീജിയണൽ ഓഫീസിലെ സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ M.A. ഷിജുവിനെ നിയമിച്ചു. മത്സ്യക്കുരുതിക്ക് പിന്നാലെ വ്യവസായ മന്ത്രി വിളിച്ച യോഗത്തിൽ ഏലൂരിൽ മുതിർന്ന ഓഫീസറെ നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സ്ഥലം മാറ്റമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിശദീകരണം. ജനം, കൊച്ചി.